ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്, ലോസ് ഓഫ് എക്സ്പോണൻസ് ഈ രണ്ട് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓപ്പറേഷൻസ് ഓൺ റിയൽ നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും എല്ലാം കൂടി വരുന്നതാണ് റിയൽ നമ്പേഴ്സ്. ഇപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P/Q ഫോമിൽ എഴുതാൻ പറ്റണം. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആണ്. Q നോട്ട് ഈക്വൽ ടു 0 അങ്ങനെ വരുന്ന നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സ്. ഇനി അങ്ങനെ എഴുതാൻ പറ്റില്ല, P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല, അങ്ങനെയുള്ള നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ്. ഇനി എന്താ പറയുക? ഇഫ് വി ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് എക്സെപ്റ്റ് ബൈ 0 ടു റാഷണൽ നമ്പേഴ്സ് വി സ്റ്റിൽ ഗെറ്റ് എ റാഷണൽ നമ്പർ ആസ് ദ റിസൾട്ട്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും റാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. ഇനി ഇറാഷണൽ നമ്പർ ആണെങ്കിലോ, അവർ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ പ്രോഡക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ കോഷ്യൻ്റ് കിട്ടുമ്പോൾ അത് റാഷണലും ആവാം ഇറാഷണലും ആവാം. ഏതാവും എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. അതിലേത് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് രണ്ട് റാഷണൽ അല്ലെങ്കിൽ രണ്ട് ഇറാഷണൽ ആയിരുന്നു. ഇപ്പം ഇനി നോക്കാൻ പോകുന്നത്, ഇഫ് ആർ ഈസ് റാഷണൽ ആൻഡ് എസ് ഈസ് ഇറാഷണൽ, ദെൻ ആർ പ്ലസ് എസ് അവരുടെ സമ്മ്, ആർ മൈനസ് എസ് അവരുടെ ഡിഫറൻസ്, റാഷണലിൻ്റെയും ഇറാഷണലിൻ്റെയും കൂടി ഡിഫറൻസ്, ഇതെല്ലാം എന്തായിരിക്കും? ഒരു ആൻസർ എന്തായിരിക്കും? ഇറാഷണൽ നമ്പറായിട്ടായിരിക്കും കിട്ടുക. ഇനി ആർ എസ് റാഷണലിൻ്റെയും ഇറാഷണലിൻ്റെയും കൂടെ പ്രോഡക്റ്റ്, ആർ ബൈ എസ് അവരുടെ കോഷ്യൻ്റ്, ഇതും എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. പിന്നെ അതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ആർ നോട്ട് ഈക്വൽ ടു 0, അതായത് നമ്മുടെ റാഷണൽ നമ്പർ 0 ആവാൻ പാടില്ല. ഇപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോഴേ നമ്മൾ 0 ആയിക്കഴിഞ്ഞാൽ 0 ഇൻറ്റു എനി നമ്പർ 0 ആയിപ്പോവും. അതുപോലെ 0 ബൈ എനി നമ്പറും 0 ആയിപ്പോവും. അപ്പോൾ ആ 0 എടുക്കരുത്. ബാക്കി ഏത് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടെ പ്രോഡക്റ്റോ കോഷ്യൻ്റോ എടുത്തു കഴിഞ്ഞാൽ അതും ഇറാഷണൽ നമ്പർ തന്നെ ആയിരിക്കും. അടുത്തൊരു എക്സസൈസ് ആണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറാഷണൽ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മൈനസ് റൂട്ട് 5. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് എന്ത് നമ്പറാണ്? റാഷണൽ നമ്പറാണ്. ഇനി റൂട്ട് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറാഷണൽ നമ്പറാണ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചു ഒരു റാഷണൽ നമ്പർ പ്ലസ് ഇറാഷണൽ നമ്പർ, അതുപോലെ ഒരു റാഷണൽ നമ്പർ മൈനസ് ഇറാഷണൽ നമ്പർ, ഇതിൻ്റെയൊക്കെ ആൻസർ എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. അപ്പോൾ 2 മൈനസ് റൂട്ട് 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 പ്ലസ് റൂട്ട് 23 മൈനസ് റൂട്ട് 23. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 പ്ലസ് റൂട്ട് 23 മൈനസ് റൂട്ട് 23. ഇവിടെ റൂട്ട് 23 ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ ഈക്വൽ ടു നമുക്ക് 3 കിട്ടും. 3നെ നമുക്ക് 3/1 എന്ന് എഴുതാം. അപ്പോൾ എന്താണ് ഇത്? ഇതെന്ത് നമ്പറാണ്? റാഷണൽ നമ്പറാണ്. ഇനി അടുത്തത് 2 റൂട്ട് 7/7 റൂട്ട് 7. അപ്പോൾ ഇവിടെ നമുക്ക് 2 റൂട്ട് 7/7 റൂട്ട് 7. ഈ റൂട്ട് 7 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 2/7 കിട്ടും. ഇനി 2/7ഉം എന്താണ്? റാഷണൽ നമ്പറാണ്. P/Q ഫോമിലാണല്ലോ, അപ്പോൾ റാഷണൽ നമ്പറാണ്. ഇനി അടുത്തത് 2π. ഇപ്പോൾ പൈ എന്താണ്? ഇറാഷണൽ നമ്പറാണ്, ഇറാഷണൽ നമ്പർ. ഇനി 2 എന്താണ്? റാഷണൽ നമ്പറാണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറിൻ്റെയും കൂടെ പ്രോഡക്റ്റ്, അതുപോലെ ഒരു റാഷണൽ നമ്പർ ബൈ ഇറാഷണൽ നമ്പർ, അതൊക്കെ എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. പ്രൊവൈഡഡ് ആർ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ ആർ എന്ന് പറയുന്നത് റാഷണൽ നമ്പറായിട്ട് വരുന്നത് 2 ആണ്. അപ്പോൾ ഈ 2π എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇറാഷണൽ നമ്പർ ആയിരിക്കും. ലോസ് ഓഫ് എക്സ്പോണൻസ്. ക്ലാസ് 8ലും ക്ലാസ് 7ലും ഒക്കെ നിങ്ങൾ ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബേസ് ആയാലും പവർ ആയാലും എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് വെച്ചിട്ടുള്ളതാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ ബേസ് എല്ലാം റിയൽ നമ്പേഴ്സും പിന്നെ പവർ വരുന്നത് റാഷണൽ നമ്പേഴ്സ് ആയിട്ടും പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വായിക്കാം, ലെറ്റ് എ ഗ്രേറ്റർ ദാൻ 0 ബി എ റിയൽ നമ്പർ ആൻഡ് പി ആൻഡ് ക്യൂ ബി റാഷണൽ നമ്പേഴ്സ്, ദെൻ എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു ക്യൂ. കണ്ടോ, ബേസ് സെയിം ആണ്. അപ്പോൾ നമ്മൾ അവരുടെ പവർ തമ്മിൽ ആഡ് ചെയ്യും, എ റേസ് ടു പി പ്ലസ് ക്യൂ. സെക്കൻഡ് ലോ, എ റേസ് ടു പി ദ ഹോൾ റേസ് ടു ക്യൂ, അത് എ ബേസ് എഴുതി ഇനി എന്ത് ചെയ്യുക? പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, പി ക്യൂ. അടുത്ത ലോ, എ റേസ് ടു പി ബൈ എ റേസ് ടു ക്യൂ ഈക്വൽ ടു, ബേസ് സെയിം ആണ്, സോ നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു, എ റേസ് ടു പി മൈനസ് ക്യൂ. ഫോർത്ത് ലോ, എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു പി. ഇവിടെ പവർ സെയിം ആണ്, അപ്പോൾ ബേസുകൾ നമ്മൾ പ്രോഡക്റ്റ് എടുത്തു, എ ബി ഹോൾ റേസ് ടു പി. അടുത്ത ഒരു എക്സസൈസ് ആണ്,
എക്സസൈസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലുള്ള ബോക്സ് നോക്കുക. ലെറ്റ് എ ഗ്രേറ്റർ ദാൻ 0 ബി എ റിയൽ നമ്പർ. ലെറ്റ് എം ആൻഡ് എൻ ബി ഇൻറ്റിജേഴ്സ് സച്ച് ദാറ്റ് എം ആൻഡ് എൻ ഹാവ് നോ കോമൺ ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ 0 ദെൻ എ റേസ് ടു എം ബൈ എൻ. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. എമ്മും എന്നും കോ പ്രൈം നമ്പേഴ്സാണ്. അവർക്ക് വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല 1 അല്ലാതെ. പിന്നെ എൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജർ ആണ്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എം ബൈ എൻ നമുക്ക് എങ്ങനെ എഴുതാം? nth റൂട്ട് ഓഫ് എ ദ ഹോൾ റേസ് ടു എം അല്ലെങ്കിൽ nth റൂട്ട് ഓഫ് എ റേസ് ടു എം. ഈ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് എ റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എ. ഇനി എ റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് എ. അപ്പോൾ എ റേസ് ടു 1/n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? nth റൂട്ട് ഓഫ് എ. ഇനി എ റേസ് ടു എം ബൈ എൻ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? nth റൂട്ട് ഓഫ് എ ഹോൾ റേസ് ടു എം എന്ന് എഴുതാം, അല്ലെങ്കിൽ nth റൂട്ട് ഓഫ് എ റേസ് ടു എം എന്നും എഴുതാം. ഈ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മുടെ പ്രോബ്ലം നോക്കാം. 9 റേസ് ടു 3/2. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്നിൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 9 ഹോൾ ക്യൂബ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3. ഇനി 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. അടുത്ത പ്രോബ്ലം 16 റേസ് ടു 3/4. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത് 4. അപ്പോൾ 4th റൂട്ട് ഓഫ് 16 ഹോൾ ക്യൂബ്. അപ്പോൾ 4th റൂട്ട് ഓഫ് 16 എന്താണ്? 2. ഇനി 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ 2 റേസ് ടു 2/3 ഇൻറ്റു 2 റേസ് ടു 1/5. അപ്പോൾ ഇവിടെ നോക്കുക, ബേസ് സെയിം ആണ്, പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ഏത് ലോ ആയിരിക്കും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ 2 റേസ് ടു 2/3 പ്ലസ് 1/5. 2 റേസ് ടു 10 പ്ലസ് 3/50 equal to 2 raised to 13/50. അടുത്ത ക്വസ്റ്റ്യൻ 1/3 ക്യൂബ് ഹോൾ റേസ് ടു 7. അപ്പോൾ ഈ 1/3 ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 റേസ് ടു -3 എന്ന് എഴുതി കൂടെ? ഹോൾ റേസ് ടു 7. ഇനി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ലോ ആണുള്ളത്? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ. അപ്പോൾ എ റേസ് ടു എം എൻ. ഇവിടെ 3 റേസ് ടു -3 ഇൻറ്റു 7. അപ്പോൾ എന്ത് വരും? 3 റേസ് ടു -21. അതിന് വേണമെങ്കിൽ നമുക്ക് 1/3 റേസ് ടു 21 എഴുതാം.